എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ ദം ബിരിയാണിയാണ്. വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചിക്കനിലേക്ക് അല്പം വിനാഗിരിയും ഉപ്പും ചേർത്ത് 10 മിനിറ്റ് പുരട്ടി വയ്ക്കുക. അതിനുശേഷം നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത ചിക്കനിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് നന്നായി യോജിപ്പിക്കുക. കഷ്ണങ്ങളിലേക്കൊക്കെ നന്നായി മസാല പിടിക്കുന്നത് പോലെ അത് നന്നായി യോജിപ്പിച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റിവെക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കിലോ ചിക്കനാണ്. അത് 25 പീസ് ചെറിയ പീസുകളാക്കി മുറിച്ച് 25 കഷ്ണത്തോളം പീസുകളുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 ഗ്ലാസ് ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി അരമണിക്കൂർ കുതിർക്കാൻ വയ്ക്കണം. കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, 12 പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇഞ്ചി ചെറുതായൊന്ന് മുറിച്ച് എല്ലാം കൂടെ ഒന്ന് ഒതുക്കിയെടുക്കാം. ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി 2 ചെറിയ വെളുത്തുള്ളി പൊളിച്ചതാണ്. പച്ചമുളക് ഒന്ന് ഒടിച്ച് ചേർക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി നന്നായി ഒന്ന് ഒതുക്കിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 4 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ചെറുതായി കട്ട് ചെയ്ത് എടുക്കാം. വളരെ ചെറുതായല്ല, അല്പം വലുതായി തന്നെ കട്ട് ചെയ്ത് എടുക്കാം. സവാളയൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 തക്കാളിയാണ്. അതൊന്ന് ചെറുതായി കട്ട് ചെയ്ത് വയ്ക്കാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് വറുക്കാനുള്ള സവാള അരിഞ്ഞെടുക്കാം. ഞാനിവിടെ 2 സവാളയാണ് എടുക്കുന്നത്. വളരെ നേർമയിൽ അരിഞ്ഞ് എടുക്കണം. ഈ സവാള ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് അല്പം മല്ലിയില അരിഞ്ഞ് വയ്ക്കാം. ചെറുതായി അരിഞ്ഞെടുക്കാം മല്ലിയില. ഇനി അല്പം പുതിനയിലയും അരിഞ്ഞ് വയ്ക്കാം. കറിവേപ്പിലയും 1 നാരങ്ങ കട്ട് ചെയ്ത് പിഴിഞ്ഞെടുക്കാം. പാലിൽ ഫുഡ് കളർ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കുക. പാലിലല്ലെങ്കിൽ വെള്ളത്തിൽ ചേർത്താലും മതിയാവും.
ഇനി നമ്മൾക്ക് മസാല റെഡിയാക്കാനുള്ള പാത്രം വയ്ക്കാം. സ്റ്റൗ ഒന്ന് കത്തിച്ച് പാത്രം വയ്ക്കാം. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കും. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് വറുക്കാനുള്ള സവാള ചേർത്ത് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ സവാള ഒന്ന് ചേർത്ത് കൊടുക്കുക. അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അത് നല്ലൊരു ബ്രൗൺ കളറിൽ മൂത്ത് വരണം. ഈ സമയത്ത് അരി വേവിക്കാനുള്ള വെള്ളം വെച്ച് കൊടുക്കുക. ചോറ് വേറെ വേവിച്ചെടുക്കുന്നത് കൊണ്ടാണ് അധികം വെള്ളം വെച്ചിരിക്കുന്നത്. സെപ്പറേറ്റ് വേവിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സവാള എല്ലാം മുരിഞ്ഞ് മസാല റെഡിയായി വരുമ്പോൾ വെള്ളവും തിളച്ച് വരും. സവാളയൊന്ന് നന്നായി മുരിഞ്ഞ് വരുന്നുണ്ട്. ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ സവാള അതിൽ നിന്ന് മാറ്റുക. ഇപ്പോൾ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സവാളയൊന്ന് മാറ്റി വയ്ക്കാം. നന്നായി ഒന്ന് വിടർത്തിയിട്ട് കൊടുക്കാം. ഒട്ടിയിരിക്കാതിരിക്കാൻ നന്നായി ഒന്ന് വിടർത്തിയിട്ട് കൊടുക്കാം. അതിനുശേഷം അല്പം അണ്ടിപ്പരിപ്പ് ചേർത്ത് വറുത്തെടുക്കാം. കിസ്മിസ് കൂടെ ചേർത്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ കിസ്മിസ് ഇല്ലാത്തത് കൊണ്ട് അണ്ടിപ്പരിപ്പ് മാത്രം വറുത്തെടുക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ കിസ്മിസ് കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം സവോള ചേർത്ത് കൊടുക്കുക. മസാലയ്ക്കുള്ള സവോള ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റി സവാള അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് സവാള വഴണ്ടി കിട്ടാനായിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. സവാള നന്നായി ഒരു ചെറിയ ബ്രൗൺ കളറൊക്കെ വരുന്ന പോലെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാള നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അത് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അല്പം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. 2 മിനിറ്റ് മൂടി വയ്ക്കാം. ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ വെന്ത് അലിഞ്ഞു വന്നിട്ടുണ്ട്. നന്നായി വഴണ്ട് തക്കാളിയൊക്കെ നന്നായി അലിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക.
മല്ലിപ്പൊടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കും. ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും അല്പം ചേർത്ത് കൊടുക്കും. അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് 2 മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കുക. മസാല എല്ലായിടത്തും ആകുന്ന പോലെ പാകത്തിന് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് നോക്കിയിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇവിടെ അല്പം ഉപ്പ് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം അധികം പുളിയില്ലാത്ത 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. അര കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇളക്കി മിക്സ് ചെയ്യുക. ഇതിലേക്ക് അല്പം 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ശേഷം മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ അരി വേവിക്കാനുള്ള വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് ബേ ലീഫ് 2 ചേർത്ത് കൊടുക്കാം. ഏലക്ക 6 ചേർത്ത് കൊടുത്തു. അതിലേക്ക് ഒരു തക്കോലം ചേർത്ത് കൊടുത്തു. അല്പം പട്ട ചേർത്ത് കൊടുത്തു. ഒരു 6-7 കറയാമ്പ് ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അരി കഴുകി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. കഴുകി കുതിർക്കാൻ വെച്ചിരുന്ന അരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കുക. ഉപ്പൽപ്പം മുന്നേ നിൽക്കണം. ഒരു 3/4 വേവാവുമ്പോൾ അരി ഊറ്റിയെടുക്കുക. അല്പം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. ചോറ് ഒട്ടാതിരിക്കാൻ അല്പം നാരങ്ങ നീരും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് അതൊന്ന് വെന്ത് വരാൻ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമ്മളുടെ ചിക്കൻ നല്ല പാകമായി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നുകൂടെ മൂടി വയ്ക്കാം. നമ്മളുടെ അരി 3/4 വേവായിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഊറ്റി വയ്ക്കാം. പരസ്പരം ചോറൊന്നും ഒട്ടിയിട്ടില്ല, നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. 3/4 വേവാകുമ്പോൾ ഇതൊന്ന് ഊറ്റിയെടുത്ത് മാറ്റി വയ്ക്കാം. ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ദമ്മിടാനായിട്ടുള്ള പാകത്തിന് ചിക്കനും റെഡി ആയിട്ടുണ്ട്. ദം ചെയ്യാം.
ചോറ്, ചിക്കൻ്റെ പുറത്തേക്ക് ചോറിട്ട് നന്നായി ഒന്ന് നന്നായിട്ടൊന്ന് ലെയർ ചെയ്തതിന് ശേഷം വറുത്ത സവാള വിതറി കൊടുക്കാം. അല്പം മല്ലിയില, പുതിന ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അല്പം ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അല്പം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല അല്പം ചേർത്ത് കൊടുക്കാം. ഇനി അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും അതിൻ്റെ പുറകിട്ട് ഒരു ലെയർ കൂടെ റൈസ് ചേർത്ത് കൊടുക്കാം. ചോറ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ബാക്കിയിരിക്കുന്ന സവോള വറുത്തത് ചേർത്ത് കൊടുക്കാം. അല്പം മല്ലിയില, പുതിന ചേർത്ത് കൊടുക്കാം. അല്പം ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അല്പം നെയ്യ് ചേർത്ത് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും ചേർത്ത് കൊടുക്കും. അതിനുശേഷം സ്റ്റൗ കത്തിച്ച് നേരിയ തീയിൽ 20 മിനിറ്റ് മൂടി വയ്ക്കാം. ചെറിയ തീയിൽ സിമ്മിലിട്ട് ഒരു 20 മിനിറ്റ് ദം ചെയ്യാം. അതിനുശേഷം സാലഡിനുള്ളത് കട്ട് ചെയ്തെടുക്കാം. കുക്കുംബർ കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി അല്പം ഒരു ക്യാരറ്റ് ചെറുതായി മുറിച്ചെടുത്ത് അതും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 സവോള ചെറുതായി മുറിച്ച് അതും ചേർത്ത് കൊടുക്കാം. സവോള കട്ട് ചെയ്ത് ഇതും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം സാലഡിൽ. ഇനി അല്പം തൈര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ തൈരില്ല എന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. സാലഡ് റെഡിയായി. ഇനി നമ്മൾക്ക് 20 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം. ബിരിയാണി റെഡിയായിട്ടുണ്ട്. ദം ബിരിയാണി റെഡിയായിട്ടുണ്ട്. നമുക്കിതൊന്ന് നോക്കാം. ചോറൊന്നും ഒട്ടിയിട്ടില്ല, നിങ്ങൾക്ക് കാണാം. നന്നായി ഒന്നിലൊന്ന് പിടിക്കാതെ വളരെ നന്നായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നല്ല ഭംഗിയായി തന്നെ കിട്ടിയിട്ടുണ്ട്. സാലഡും അച്ചാറും വെച്ച് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല രുചിയായിട്ടുള്ളൊരു ബിരിയാണിയാണിത്. നമുക്ക് അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.